അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈനംദിന ജീവിതങ്ങളിൽ കാരണത്തോടു കൂടിയും കാരണമില്ലാതെയും നിസ്കാരങ്ങൾ അതായത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നാം ആദ്യം വീട്ടേണ്ടത് ഏതാണ്? ഉദാഹരണം, ളുഹർ, അസ്ർ ഈ രണ്ട് നിസ്കാരം ഒരാൾക്ക് ആയി. അയാൾ മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ, മഗ്‌രിബിൻ്റെ സമയം കടന്നു കഴിഞ്ഞാൽ മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് നിസ്കാരം വീട്ടിയതിന് ശേഷം മാത്രമേ മഗ്‌രിബ് നിസ്കരിക്കാൻ പാടുള്ളൂ. നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇവിടെ അയാൾക്ക് ളുഹർ നിസ്കാരം കാരണത്തോടു കൂടിയും അസ്ർ നിസ്കാരം കാരണമില്ലാതെയും ആയി എന്ന് വിചാരിക്കുക. എങ്കിൽ അയാൾ ആദ്യം വീട്ടേണ്ടത് അസ്റാണ്. അതിനുശേഷം മാത്രം ളുഹർ വീട്ടിയാൽ മതിയാകുന്നതാണ്. കാരണം അസ്ർ നിസ്കാരം യാതൊരുവിധ കാരണവുമില്ലാതെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. സാധാരണഗതിയിൽ രണ്ട് നിസ്കാരങ്ങൾ ആയാൽ അത് രണ്ടും കാരണമില്ലാതെയോ അതല്ലെങ്കിൽ രണ്ടും കാരണത്തോടു കൂടിയാണെങ്കിലോ ആദ്യത്തെ നിസ്കാരമാണ് മുന്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ ആദ്യത്തെ നിസ്കാരത്തെക്കാൾ പിന്നീട് വാങ്ക് കൊടുത്ത് സമയം പ്രവേശിച്ച നിസ്കാരത്തെ മുന്തിക്കേണ്ടി വന്നത് ആ നിസ്കാരം കാരണത്തോടു കൂടിയല്ലാതെ ആക്കിയത് കൊണ്ടാണ്. ഈ വിവരം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.